അഡ്വക്കേറ്റ് രാഘവനുണ്ണി പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. എന്നെ വീട്ടിൽ കയറ്റിയപ്പോൾ പാലും പഴവും തന്ന് കയറ്റിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്നെ അടുക്കളയെ കൊണ്ട് തളച്ചിടുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കാലാക്കി കൊടുക്കണം, നല്ല വായിൽ വെക്കാൻ കൊള്ളുന്നത്, ഇല്ലെങ്കിൽ അഡ്വക്കേറ്റ് അഞ്ജലിയെ ചവിട്ടി പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോവാ, തന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ നിന്നത്. അപ്പോൾ ഒരു രീതിയിലും അർജുൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള വീക്കിൻ്റെ പ്രൊമോയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ അഞ്ജലിക്കുട്ടീനെ ഒരു വേലക്കാരിയെ പോലെ അടുക്കളയിൽ പണിയെടുപ്പിക്കും രാഘവനുണ്ണി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ചില കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണോ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ പണി തീരുമാനിക്കുന്നത്, ഞാൻ പറയുന്നത് പോലെയാണോ കഥ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില കമൻറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് സംഭവിക്കുമ്പോൾ എങ്കിലും നിങ്ങളത് വിശ്വസിക്കുമോ? കാരണം രാഘവനുണ്ണി അഞ്ജലിയെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇവിടെ ഒരു വേലക്കാരി പോലെ നിന്നെ ഞാൻ പണിയെടുപ്പിക്കും, നീ ഇനി ഒരിക്കലും കോടതി വരാന്ത കാണാൻ പോകുന്നില്ല, ഇവിടെ അടുക്കള വരാന്തയാണ് ഇനി മുതൽ നിൻ്റെ ജീവിതമെന്ന് രാഘവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അത് തന്നെയാണ് കേട്ടോ ഇന്ന് സംഭവിക്കുന്നത്. അപ്പോൾ രാഘവൻ ചുമ്മാ പറഞ്ഞതല്ല, അഡ്വക്കേറ്റ് അഞ്ജലിയെ ഇനി ഒരിക്കലും കോടതിയിലേക്ക് വിടില്ല എന്ന് അയാൾ ശപഥം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുക്കളയിൽ നമ്മുടെ അഞ്ജലിക്കുട്ടിയെ തളച്ചിടാൻ വേണ്ടി അയാൾ എല്ലാ പ്ലാനുകളും തയ്യാറാക്കി കഴിഞ്ഞു. അത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് കേട്ടോ. എനിക്ക് പക്ഷേ വലിയ ഒരു നിരാശയുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ എന്താണെങ്കിലും അഞ്ജലി ഫേസ് ചെയ്യേണ്ടി വരും എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് വളരെ നിരാശ തോന്നുന്നുണ്ട് ഒരു കാര്യത്തിൽ കേട്ടോ. അത് അഞ്ജലി ഇപ്പോഴും അർജുനെ നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു രീതിയിൽ ഇപ്പോഴും അവോയ്ഡ് ചെയ്യാണ് കേട്ടോ. നമുക്ക് ഒട്ടും പറ്റുന്നില്ല അഞ്ജലിയുടെ ഈ ഒരു ബിഹേവിയർ. അർജുൻ ഒരു രീതിയിലും മനസ്സിലാക്കില്ല എന്ന് ഉറപ്പിച്ചൊരു മട്ടാണ്. എന്ത് പറഞ്ഞിട്ടും കൺവീൻസ് ആകുന്നില്ല എന്നാണ്. അതായത് ഇപ്പോൾ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും അർജുനും എല്ലാം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നു എന്ന രീതിയിലാണ് അഞ്ജലി ബിഹേവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും ആകട്ടെ. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന ഒരു ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വീക്കെൻഡിൽ കണ്ടതുപോലെ മധുവും കുഞ്ഞപ്പനും കൂട്ടുകാരും എല്ലാവരും നമ്മുടെ അഞ്ജലിക്കുട്ടിയെ കാണാൻ വന്നു. ഇന്ദുവും നന്ദിനിയും വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അഞ്ജലി ഇറങ്ങി വന്നു. അനുപമയും അവിടെയുണ്ട്, എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് അനുപമയും അവിടെയുണ്ട്. അപ്പം ഇവരോട് വളരെ മോശമായിട്ട് എന്തൊക്കെയോ നന്ദിനി ഇന്ദുവും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ അഞ്ജലിക്ക് മനസ്സിലായി. അങ്ങനെ അഞ്ജലി ചോദിക്കുന്നുണ്ട്, ഇവർ നിങ്ങളോട് എന്തെങ്കിലും വളരെ മോശമായിട്ട് പെരുമാറിയോ, എന്താ ഇവർ നിങ്ങളോട് പറഞ്ഞേ? അങ്ങനെ അഞ്ജലി ആ കലിപ്പടിക്കുകയാണ് അവിടെ കിടന്നിട്ട്. അപ്പോൾ പെട്ടെന്ന് അഞ്ജലിയുടെ ഈ ഒരു കലിപ്പ് കണ്ട് ഇന്ദുവും നന്ദിനിയൊക്കെ ഷോക്കായി നിൽക്കുക. അപ്പം കുഞ്ഞപ്പൻ പറയുന്നുണ്ട്, അഞ്ജലി ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വന്നത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനല്ല, ഞങ്ങൾ നിന്നെ കാണാനായിട്ടാണ് വന്നത്. നിന്നെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നുണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷനായിരുന്നു. ഇവിടെ വന്ന് നിന്നെ കണ്ടു, ഞങ്ങൾക്ക് സമാധാനമായി അഞ്ജലി, അത്ര മാത്രം മതി, ഞങ്ങൾ ഒരു പ്രശ്നത്തിനുമില്ല. വാ മധു, നമുക്ക് പോകാം, നമ്മൾ വന്ന കാര്യം സാധിച്ചല്ലോ, അത് മതി മോളെ. അങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞപ്പൻ പറയും. അങ്ങനെ മധു എല്ലാവരും കൂടെ തിരിച്ച് ഓട്ടോയിൽ കയറി പോകാൻ തുടങ്ങുകയാണ്. പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് മധു വന്നിട്ട് അനുപമയോട് പറയുന്നുണ്ട്, അനുപമേ നീ വന്ന വഴി മറന്നു, നിന്നെ ഞാൻ നേരിട്ടൊന്ന് കാണുന്നുണ്ട്, നമ്മൾ അധികം വൈകാതെ ഒന്ന് കാണേണ്ടി വരും, നിനക്കുള്ള മറുപടി ഞാൻ അന്നേരം തന്നോളാം കേട്ടോ. അനുപമ ഈ ഒരു മധുവിൻ്റെ ഡയലോഗ് കേട്ട് ആകെ നാണം കെട്ടി നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആദ്യം തന്നെ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീന് കുറുപ്പിൻ്റെ അടുത്തുള്ള ഒരു സീനാണ് കേട്ടോ. കുറുപ്പിനോട് വന്നിട്ട് കാർത്തിക് ചോദിക്കുകയാണ്, അച്ഛൻ ഇത് എന്ത് ഭാവിച്ച? ആ അനുചേച്ചി പറയുന്നത് കേട്ടോ, അച്ഛൻ അനുചേച്ചിയുടെ ആ താളത്തിനൊത്ത് തുള്ളാൻ വേണ്ടി നിൽക്കല്ലേ, അനുചേച്ചി അറിയാവല്ലേ ഊടായ്പിൻ്റെ ഉസ്താദാ, അച്ഛൻ വെറുതെ ആ പുള്ളിക്കാരിയുടെ കെണിയിൽ പോയി വീഴല്ലേ അച്ഛാ. അതുപോലെ തന്നെ കുറുപ്പിൻ്റെ ഭാര്യ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറുപ്പ് പറയുന്നുണ്ട്, എടാ മോനെ, എടി ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, അനുപമ വന്നത് അവളുടെ ബുദ്ധി, അവൾക്ക് കൈ കൊടുത്തത് എൻ്റെ ബുദ്ധി, നീ ഇട്ടിരിക്കുന്ന ഈ സ്വർണവും ഈ കാണുന്ന സ്വത്തും എല്ലാം എൻ്റെ ഈ രാഷ്ട്രീയ ബുദ്ധി വെച്ചുണ്ടാക്കിയതാ. അവളൊരു മുഴ എറിയുമ്പോൾ അതിനപ്പുറം മുഴ എറിയാൻ എനിക്കറിയാം, അവളുടെ തന്ത്രങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മോള് ഒരു രാജകുമാരിയെ പോലെ ശംഖുചക്രത്തിൽ വാഴാനാണ്. അതിന് ഏത് അറ്റം വരെയും ഞാൻ പോകും. എൻ്റെ കാവ്യമോൾക്ക് ശംഖുചക്രത്തിൽ ഒരു രാജകുമാരിയെ പോലെ കയറി ചെല്ലണമെങ്കിൽ അഡ്വക്കേറ്റ് അഞ്ജലി മരിച്ചേ പറ്റുള്ളൂ, അവൾ ഇല്ലാതായേ പറ്റുള്ളൂ. അതിന് ഞാൻ അനുപമയുടെ കൈ കൊടുക്കും.
ഒരു കത്രിക വെച്ച് ഒരു പുല്ല് വെട്ടുന്ന പോലെ അഞ്ജലിയെ ഞാൻ ഇല്ലാതാക്കും. അതിലെ കത്രികയുടെ ജോലി മാത്രമാണ് അനുപമ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ മോനും ഭാര്യയൊന്നും കൂടുതൽ ടെൻഷൻ അടിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. വേണ്ടത് എന്തെന്ന് ഈ കുറുപ്പിനറിയാം. അതുകൊണ്ട് ആരും കൂടുതൽ തല പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കണ്ട സ്വത്ത് മുഴുവൻ ഉണ്ടാക്കിയത് ഈ കുറുപ്പിൻ്റെ ഈ തല വെച്ച് തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ ടെൻഷൻ അടിക്കാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കുറുപ്പ് പോകും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് കാണുന്ന സീന്. ഇതിന് ശേഷം നമ്മൾ കാണുന്ന സീന്, നമുക്കറിയാം അർജുൻ വളരെ ടെൻഷനിലാണുള്ളത്. നമ്മുടെ അഞ്ജലിക്ക് എന്തോ പറ്റിയെന്ന് അർജുൻ വിചാരിച്ചിരിക്കുകയാണ്. കാരണം അമ്പാടി പറഞ്ഞു അവിടെ അഞ്ജലീനെ ശംഖുചക്രത്തിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അഞ്ജലി ഇല്ലടാ, എന്തോ പറ്റിയിട്ടുണ്ട്, നീ വേഗം ചെന്നേ പറ്റുള്ളൂ. ഇങ്ങനെ അർജുനോട് നമ്മുടെ അമ്പാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ വിചാരിച്ചിരിക്കുന്ന ശംഖുചക്രത്തിൽ നിന്ന് രാഘവൻ നമ്മുടെ അഞ്ജലിക്കുട്ടീനെ ഇറക്കി വിട്ടു എന്നാണ്. അപ്പോൾ ഭയങ്കര ടെൻഷനോട് കൂടി ഓടിപ്പാഞ്ഞ് ശംഖുചക്രത്തിലേക്ക് നമ്മുടെ അർജുൻ എത്തിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം ഫ്രണ്ടിൽ ഇന്ദുവും നന്ദിനിയോട് നിൽപ്പുണ്ട്. അപ്പോൾ അർജുൻ കയറി ചെന്ന ഉടനെ തന്നെ ചോദിക്കും, എവിടെ അഞ്ജലി, എവിടെ അഞ്ജലി? അപ്പോൾ അവർ പറയും, അഞ്ജലിയാ, അവളിവിടെ ഉണ്ടല്ലോ, അവളെ എങ്ങോട്ട് പോകാൻ? അവളെ നിങ്ങൾ ഇറക്കി വിട്ടില്ലേ? അപ്പോൾ ഇന്ദു പറയും, ഞങ്ങളെ ഇറക്കി വിട്ടൊന്നുമില്ല, ആ കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നവളെ ഞങ്ങൾ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. അനുപമ എവിടെ? അല്ല, അനുപമ ചേച്ചി എവിടെ? ഇടത്തിനെയും കാണുന്നില്ലല്ലോ. ആ കുപ്പത്തൊട്ടി ഇവിടെ എവിടെയോ ഉണ്ട്. ഇവർ 2 കുപ്പത്തൊട്ടികളാണല്ലോ ഇവിടെ ഉള്ളത്, അവരകത്തെവിടെയൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇതുവരെ ഇറക്കി വിട്ടിട്ടില്ല. രാഘവനങ്ങൾ ഇന്ന് അഞ്ജലിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും അടുക്കളയിൽ ഉണ്ടാക്കിക്കോണമെന്ന്. അത് കറക്റ്റായിട്ട് നടന്നില്ലേ മിക്കവാറും ഇന്ന് അഞ്ജലീനെ ഇറക്കി വിടും. ഇങ്ങനെ പറയുകയാണ്. അതായത് രാഘവൻ നമ്മുടെ അഞ്ജലിക്കുട്ടിയോട് പറഞ്ഞിരിക്കുകയാണ്, ഇന്ന് മര്യാദയ്ക്ക് വായിൽ വെക്കാൻ കൊള്ളാവുന്ന ഭക്ഷണവും കാര്യങ്ങളും ഉച്ചയ്ക്ക് വെക്കണമെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് അഞ്ജലീനെ ഒരു വേലക്കാരിയാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. രാഘവനുണ്ണി അവിടെ കോടതിയിലേക്ക് പോയി അഞ്ജലിയുടെ അടുക്കളയിലേക്കും പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോബാണല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കേണ്ട അഞ്ജലിനെ ഈ രാഘവൻ അടുക്കളയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം തയ്യാറാക്കണം, നല്ല വൃത്തിക്ക് തയ്യാറാക്കണം, വായിൽ വെക്കാൻ കൊള്ളുന്നത് തയ്യാറാക്കണം. അപ്പോൾ ഈ ഒരു ഫുഡ് തയ്യാറാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ അഞ്ജലിനെ ഇറക്കി വിടും. ഈ ഒരു സെറ്റപ്പിലാണ് രാഘവൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം കേട്ടിട്ട് അർജുൻ അകത്തേക്ക് പോകും. അങ്ങനെ അഞ്ജലി എവിടെയാണെന്ന് ചോദിച്ചു കുറേ വിളിക്കുക. അപ്പോൾ മറ്റേ ചെറുമക്കളൊക്കെ ഇറങ്ങി വരുമ്പോൾ അവർ പറയും, അഞ്ജലി ചേച്ചി മോള് നിൽക്കുന്നുണ്ട്, എന്തോ ഒരു കലിപ്പല് നിൽക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം മിണ്ടിയില്ല, ഞങ്ങൾക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ അർജുൻ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഗ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഒരു ബാഗ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ബാഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ബാഗ് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ ആ ബാഗ് കണ്ടപ്പോൾ വിചാരിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര കോമഡി പോലെ തോന്നി, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം ഒരു കുഞ്ഞി ബാഗാണ്. അപ്പോൾ ഈ ഒരു ബാഗ് കണ്ട അർജുൻ അതിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ പുറത്താണെങ്കിൽ അഞ്ജലിയാണ് കലിപ്പടിച്ച് നിൽക്കുകയാണ്. അഞ്ജലി എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അഞ്ജലിയുടെ മുഖം ഇങ്ങനെ കലിപ്പിച്ച് പിടിച്ചിരിക്കുക. ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കലിപ്പ് തോന്നി. എന്തിനാണ് ഇങ്ങനെ അർജുനോട് ദേഷ്യം കാട്ടുന്നതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര പാവം തോന്നി നമ്മുടെ അർജുനോട്. എന്തൊരു കഷ്ടമാണല്ലേ ഇങ്ങനെ അഞ്ജലി പെരുമാറുന്നത്. അപ്പോൾ അഞ്ജലിയാണെങ്കിൽ കലിപ്പടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അഞ്ജലിയോട് പറയുന്നുണ്ട്, അഞ്ജലി നിനക്കെന്താ പറ്റിയേ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ തന്നെ അഞ്ജലി കലിപ്പടിച്ച് പറയുകയാണ്, ഒന്നും അറിഞ്ഞില്ലായിരിക്കും അല്ലേ, അഡ്വക്കേറ്റ് രാഘവനുണ്ണി പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. എന്നെ ഈ വീട്ടിൽ കയറ്റിയപ്പോൾ പാലും പഴവും തന്ന് കയറ്റിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്നെ അടുക്കളയെ കൊണ്ട് തളച്ചിടുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കാലാക്കി കൊടുക്കണം, നല്ല വായിൽ വെക്കാൻ കൊള്ളുന്നത്, ഇല്ലെങ്കിൽ അഡ്വക്കേറ്റ് അഞ്ജലിയെ ചവിട്ടി പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഒന്നും അറിയാത്ത പോലെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. മതിയെ, ഞാൻ അർജുൻ വരാൻ വേണ്ടി കാത്തിരുന്നതാണ്. ഞാൻ അഡ്വക്കേറ്റ് അഞ്ജലി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്, എന്നേക്ക് ഇറങ്ങിയാണ്. ഇനിയൊരു തിരിച്ചുവരവ് അഞ്ജലിക്കില്ല. അന്ന് മനസ്സോടെ ഞാൻ ഈ വീട്ടിലേക്ക് കയറിയത്. ഞാൻ പോവാ, തന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ നിന്നത്. അങ്ങനെ അഞ്ജലി പറയും. ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ അർജുൻ ഒരുപാട് വിഷമമാകും കേട്ടോ. കാരണം അർജുൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളൊക്കെ ഏത്. അർജുൻ പറയും, അഞ്ജലി എന്തൊക്കെയാണ് പറഞ്ഞു, ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അഞ്ജലി, ഞാൻ മനസ്സാ വാച അറിയാത്തൊരു കാര്യങ്ങളാണ്. അഞ്ജലി അപ്പോഴും വിശ്വസിക്കുന്നില്ല. അഞ്ജലി പറയുന്നു, ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ എന്താണെങ്കിലും എവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അർജുൻ, എന്നെ തടയാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ ബാഗെടുത്ത് പോകുമ്പോൾ അർജുൻ ഒരുപാട് തവണ തടയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സമ്മതിക്കുന്നില്ല. അഞ്ജലി ഇറങ്ങിപ്പോകും എന്ന് 100% ഉറപ്പിച്ച ഒരവസ്ഥയിൽ അങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകും.
അപ്പോൾ ഒരു രീതിയിലും അർജുൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നും കേട്ടോ. ഇത്രയ്ക്കും ക്രൂരത ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മളും ഒന്ന് ആലോചിച്ച് പോകും കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം അഞ്ജലി താഴെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തും. ഈ ഒരു സമയം അർജുൻ്റെ ഫോണിലേക്ക് ആര്യയുടെ കോൾ വരും കേട്ടോ. ആര്യയുടെ കോൾ വന്നു കഴിയുമ്പോൾ ആര്യയുടെ ഫോണ് അർജുൻ എടുക്കുമ്പോൾ ആര്യയാണല്ലോ എന്ന് പറയും. അപ്പോൾ ആര്യയാണ് കോളിൽ നിന്ന് കാണുമ്പോൾ അഞ്ജലി താഴെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ നിൽക്കുകയാണ്. അർജുൻ ഫോൺ എടുക്കും. അപ്പോൾ ആര്യ ചോദിക്കും, അഞ്ജലിക്ക് എന്താ പറ്റിയത് അർജുനെ? ഞാൻ ഒരുപാട് തവണ അവളെ വിളിച്ചു, കിട്ടുന്നേ ഇല്ലല്ലോ, ഒന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ, അവൾ അവിടെ ഉണ്ടോ? അർജുൻ പറയും, അഞ്ജലി ഇവിടെ ഉണ്ട് ആര്യ, ഞാൻ ഫോൺ കൊടുക്കാം. അപ്പോൾ അങ്ങനെ അഞ്ജലിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ അഞ്ജലിയോട് ആര്യ ചോദിക്കുകയാണ്, എടി മോളെ നീ ഇത് എവിടെയാ? നിന്നെ എത്ര തവണ ഞാൻ ഫോൺ വിളിച്ചു, നീ ഇത് എവിടെ പോയി കിടക്കുകയാണ് മോളെ? അഞ്ജലി പറയും, എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു ചേച്ചി, ഞാനത് ഓൺ ചെയ്യാം. ആര്യ പറയും, മോളെ അത് ഓൺ ചെയ്യുക, നിന്നെ എത്ര തവണ ഞാൻ കിടന്ന് വിളിച്ചു, നിനക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് അഞ്ജലി നിൽക്കുന്നത്. അഞ്ജലി പറഞ്ഞ്, കുഴപ്പമില്ല ചേച്ചി, ഞാൻ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് പോവുക. ഇത് കേൾക്കുമ്പോഴത്തേനും ആര്യക്ക് ദേഷ്യം വരും. ആര്യ ദേഷ്യത്തോട് പറയും, എന്താണ് അഞ്ജലി പറഞ്ഞു? നോ, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതെന്താണ് എന്ന് അഞ്ജലി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അപ്പോൾ ആര്യ പറയാണ്, മോളെ എനിക്കറിയാം നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അനുപമ ഇതിന് പിന്നിൽ കളിച്ച് ചെയ്യുന്നുണ്ടെന്ന് നീ ആദ്യം മനസ്സിലാക്കുക. നിനക്കറിയാലോ, കല്യാണം കഴിഞ്ഞൊരു പെണ്ണൊരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. നിന്റെ കല്യാണം എങ്ങനെയാണ് കഴിഞ്ഞതെന്നൊക്കെ നിനക്കറിയാലോ. അപ്പോൾ നീ ഒരുപാട് പരീക്ഷണങ്ങൾ നിനക്ക് നേരിടേണ്ടി വരും മോളെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത്. നീ അവിടെ തന്നെ പിടിച്ചു നിൽക്കണം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മോളെ നീ പിടിച്ച് നിന്നേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല മോളെ. കാരണം നിനക്ക് ഒരിക്കലും ഇങ്ങോട്ട് കയറി വരാനായിട്ട് പറ്റത്തില്ല മോളെ. അപ്പോൾ ആര്യ പറയാണ്, നമ്മുടെ ശ്രീരാമൻ ചേട്ടാ പറഞ്ഞൊരു കാര്യം, അഡ്വക്കേറ്റ് അഞ്ജലി ഈ വീട് വിട്ടിറങ്ങി, ഇനി അവളുമായിട്ടൊരു ബന്ധമില്ല. അഡ്വക്കേറ്റ് അഞ്ജലി എന്നത് അടഞ്ഞൊരു അധ്യായമാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞൊരു കാര്യം കൂടി നമ്മുടെ അഞ്ജലിയോട് നമ്മുടെ ആര്യ പറയും. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അഞ്ജലിക്ക് ഏകദേശം ബോധ്യം വന്നു, തനിക്ക് അതായത് ഈ ശംഖചക്രത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കയറി ചെല്ലാൻ ഒരു ഇടമില്ല എന്നുള്ളൊരു സത്യം കേട്ടോ. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം ആര്യ ഫോൺ വെക്കുമ്പോൾ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് അഞ്ജലി അവിടെ സോഫയിലിരിക്കുന്നൊരു സീനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ കാര്യമായ സംഭവങ്ങളൊന്നുമില്ല, അത് ഞാൻ പറയുന്നില്ല, അത് വളരെ നിസ്സാര ഒരു കാര്യമുള്ളൂ. ആര്യയുടെ അടുത്ത് അമ്മായി വരുന്നുണ്ട്, അമ്മായി കുറച്ച് പൈസ കടം മേടിച്ച കാര്യങ്ങളും സംഭവങ്ങളും കഥകളും പറയുന്നുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, ആര്യൻ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയാസിലെ പാട്ട് പാടി ഇടുമ്പോൾ ഒരാളെപ്പോഴും കോൾ ചെയ്യാറുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയാൾ ഈ കഥയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വീണ്ടും അയാളൊരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് കാട്ടുന്നത്. അപ്പോൾ അയാളൊരു കോൾ വരുമ്പോഴത്തേനും ആര്യ ഇങ്ങനെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുക, അമ്മായിയായിട്ട് ഇങ്ങനെ കൊമ്പ് കൊടുത്തിട്ട്. അപ്പോൾ ആര്യ പറയും, താൻ ഇനി മേലാ വിളിക്കില്ല, തൻ്റെയൊക്കെ ഉദ്ദേശം എനിക്കറിയാടോ, തനിക്കൊക്കെ പെണ്ണുങ്ങളെ എന്തുദ്ദേശത്തിന് താൻ വിളിക്കുന്നത് എനിക്കറിയാം, ആ ഒരു നമ്പർ എൻ്റെ അടുത്ത് ഇറക്കാൻ വേണ്ടി നിൽക്കരുത്, മേലെ താൻ ഇനി എൻ്റെ ഫോണിലേക്ക് ഫോൺ വിളിച്ചേക്കരുതെന്ന് പറഞ്ഞാൽ കട്ട കലിപ്പടിച്ച് ആ ഫോൺ കട്ട് ചെയ്യും കേട്ടോ. അയാൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളതാണ്. ആര്യയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആര്യ ഫോൺ കട്ട് ചെയ്യുന്ന സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും നമ്മുടെ അർജുനെ അഞ്ജലി മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, എന്ത് ഇന്നസെൻ്റ് ആണല്ലേ നമ്മുടെ അർജുന്. പക്ഷേ ഇത് മനസ്സിലാക്കാതെ അഞ്ജലി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരാൾ ഇത്രയധികം വേദനിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ് കേട്ടോ. എന്താണെങ്കിലും അർജുൻ്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും വിഷമം തോന്നി. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ രാത്രിയിൽ പ്രൊമോയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആയിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.